ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വരാനായിട്ട് ശ്രമിക്കുന്നത് 2019 അപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാനൊരു ട്രാവൽസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് സാമ്പത്തികമായിട്ട് ഒട്ടും സ്റ്റേബിളായിട്ടുള്ളൊരു ഫാമിലിയിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഔട്ട്സൈഡ് കൺട്രിയിൽ പോയിട്ട് ഒരു ഹോം മെയ്ഡായിട്ടെങ്കിലും ജോലി ചെയ്ത് നമുക്ക് കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ കുറച്ച് നാളുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഫേസ്ബുക്ക് വഴി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചീനെ ഞാൻ പരിചയപ്പെടുകയാണ്. അപ്പോൾ ആ ചേച്ചിക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ചേച്ചി എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ ഞാനിങ്ങനെ ഇസ്രായേലിലാണ് വർക്ക് ചെയ്യണേ, വന്നിട്ടിപ്പോൾ ഒരു 1-2 വർഷം ആവാറായി, നിനക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമാണോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ ചേച്ചി ഓൾറെഡി നേഴ്സാണ്, ഞാൻ നേഴ്സല്ല. ചേച്ചി ഞാൻ എന്താ ചെയ്യുക, നേഴ്സല്ലല്ലോ, എനിക്കിങ്ങോട്ട് വരാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ വരാം, ഏത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ് ചേച്ചി, എനിക്ക് പോകണം എന്നുള്ളൊരു കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു. ചേച്ചി ഉടനെ തന്നെ എനിക്ക് ബോംബെയിലെ ഒരു പരിചയമുള്ള ഒരു ഏജൻസിയുടെ നമ്പർ എനിക്ക് ഷെയർ ചെയ്തു. അത് ഡയറക്റ്റ് ബോംബെ ഏജൻസിയുടെ നമ്പർ അല്ലായിരുന്നു, നാട്ടിലുള്ള ഒരു വ്യക്തിയുടെ നമ്പറായിരുന്നു. ഞാൻ അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു. അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷം അവരെനിക്ക് ബോംബെയിലെ ഏജൻസി എന്നെ വിളിക്കും എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഞാൻ ബോംബെയിലെ ഏജൻസി ബ്ലെസ്സി ഏജൻസിയിലായിരുന്നു ഞാൻ ഇങ്ങനെ എന്നെ കോണ്ടാക്റ്റ് ചെയ്തത്. ബ്ലെസ്സി എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി ആയിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, ഒരു 1 മന്ത് കോഴ്സ് ഉണ്ട്, അതിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ബോംബെയിൽ വരണം. അങ്ങനെ ഞങ്ങൾ ബോംബെയിലേക്ക് 2019 സെപ്റ്റംബറിൽ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, 2 മാസത്തിനുള്ളിൽ സെപ്റ്റംബറിൽ ഞാൻ ബോംബെയിലേക്ക് ക്ലാസ്സിനായിട്ട് പോയി. സെപ്റ്റംബർ 1 2019. പിന്നെ എൻ്റെ ക്ലാസ് കാര്യങ്ങളെല്ലാം അവിടെ ആയിരുന്നു. അപ്പോൾ അവരെനിക്ക് ഒരു മാസത്തെ സെപ്റ്റംബർ 29 വരെയും അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം ആണ് ഞങ്ങൾ തിരിച്ച് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊരു അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.